സ്വാഭാവികമായ നടപടി സസ്പെൻഷന് ശേഷം പിന്നീട് തീരുമാനിക്കും. പിന്നെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പില്ല. ലളിതമായി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളുമാണ് ഡോക്ടർ ജയരാജ് പറഞ്ഞത്. അല്ല, ഡോക്ടർ ജയരാജിന് 2-3 കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പത്മകുമാറിനെ അറിയുന്നത് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ എടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, അദ്ദേഹം ആ ജില്ലയിലെ മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിനടക്കം എതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോഴാണ് എന്ന്. ജയരാജിന്റെ ഇടതു സഹവാസം അല്ലെങ്കിൽ സഹവർത്തിത്വം അധികം പഴക്കം ചെന്നതല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പത്മകുമാറിനെ മനസ്സിലാക്കാൻ ഇത്രയും റീസെന്റ് ആയ ഒരു എക്സാമ്പിൾ ഉയർത്തേണ്ടി വരുന്നത്. നോക്കൂ, കോന്നി MLA ആയിരുന്നു പത്മകുമാർ. മാത്രമല്ല, പിണറായി, ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, പിണറായി VS പോരിന്റെ കാലത്ത് പിണറായി പക്ഷത്തെ കോർഡിനേറ്റ് ചെയ്തത് സംസ്ഥാന തലത്തിൽ കോർഡിനേറ്റ് ചെയ്ത ആള് പത്മകുമാറാണ്. അങ്ങേക്ക് അറിയില്ലെങ്കിൽ അങ്ങ് പിണറായി വിജയനെ ആക്സസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അദ്ദേഹം പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെയാണ് പപ്പ എന്ന് വിളിക്കുന്ന ബന്ധത്തിലേക്ക് പത്മകുമാറുമായി വളർന്നത്. ഇനി CPM ൽ പത്മകുമാർ ആരാണ് എന്നത് അവിടെ ഇരിക്കട്ടെ. ജയരാജ് പറഞ്ഞു, പത്മകുമാർ അവിടെ നിന്നാൽ എന്താ സ്ത്രീപ്രവേശനം നടക്കില്ലേ? പത്മകുമാർ നിന്നാൽ സ്ത്രീപ്രവേശനം നടക്കായികയൊന്നുമില്ല. പക്ഷെ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള IG ശ്രീജിത്ത്, ഈ 2 പേരും വഹിക്കുന്ന പോസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട്. പത്മകുമാർ ഈ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്നതിന്റെ പിറ്റേ ദിവസം എന്താ നിലപാട് പറഞ്ഞത്? എന്റെ വീട്ടിൽ നിന്നൊരു സ്ത്രീയും അവിടേക്ക് പോകില്ല എന്നാണ്. നമ്മുടെ സഹപാനലിസ്റ്റിലായി ഒട്ടുമിക്ക ചർച്ചയിലും വരുന്ന രാഹുൽ ഈശ്വർ, അവിടുത്തെ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞത് പത്മകുമാർ നേരിട്ടാണ് ആ സമരത്തിന് വേണ്ട സഹായ സന്നദ്ധതകളെല്ലാം നൽകിയത് എന്നാണ്. അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോൾ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അവിടെ സ്ത്രീപ്രവേശനം യാഥാർത്ഥ്യമാക്കുന്നതിൽ യാതൊരുവിധ താല്പര്യം ഉണ്ടാകാതിരുന്ന ഒരു മനുഷ്യൻ, അയാൾ അവിടെ നിന്നിരുന്നെങ്കിൽ ആ സ്ത്രീപ്രവേശനം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. കാരണം മീഡിയാസിനടക്കം വാർത്ത ചോർത്തി കിട്ടുന്നത് ഇവർ ഈ പറയുന്ന പൊന്നമ്പലമേട്ടിൽ എത്തുന്ന സമയത്താണ്. അതുവരെ അത് രഹസ്യമായി സൂക്ഷിക്കണമായിരുന്നുവെങ്കിൽ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും IG ആയിരുന്ന, ക്രമസമാധാന ചുമതല വഹിക്കുന്ന IG ആയിരുന്ന ശ്രീജിത്തും അവിടെ നിന്ന് മാറണം എന്നതിന്റെ സാമാന്യ വിവരം ഒരുപക്ഷെ ഡോക്ടർ ജയരാജിനുണ്ടാവില്ല, അത് പിണറായി വിജയനുണ്ട്. നമ്മൾ ആരും അദ്ദേഹത്തിന് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല. 1. 2, അദ്ദേഹം പറഞ്ഞത് ബെല്ലാരി രാജയിലെ സിനിമാ ഡയലോഗാണ്. എനിക്ക് തോന്നുന്നത് ഈ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ ഇന്നസെന്റ് ചോദിക്കുമല്ലോ, എന്താ നന്നാവാത്ത, എന്താണോ വാര്യരെ ഇതുവരെ നന്നാവാത്തത് എന്നുള്ളതാണ്. അതേ ചോദ്യം CPM ചോദിക്കാനുള്ളത്. എന്താ നിങ്ങൾ ഇതുവരെ നന്നാവാത്തത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഉയർന്നു വന്ന വിമർശനത്തിന്റെ പുറത്താണ് നിങ്ങൾ പത്മകുമാറിനെ പുറത്താക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അതേ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ, പത്മകുമാറിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് പത്തനംതിട്ടയാണെങ്കിൽ കണ്ണൂരിൽ നിങ്ങൾ ഈച്ചയുടെ ശബ്ദം പോലും ഇല്ലാതെ അടച്ചുകൂട്ടി നടത്തുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നു വന്നില്ലേ? അത് അവിടെ നിന്ന് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയില്ലേ? കണ്ണൂരിലെ 24ന്റെ റിപ്പോർട്ടറെ വിളിച്ചു ചോദിച്ചാൽ മതി, ആത്യന്തികമായി സോഴ്സ് പറഞ്ഞു തരും. പിണറായി വിജയനെതിരായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു വന്നില്ലേ? പിണറായി വിജയനെതിരായി പത്തനംതിട്ടയിൽ, എന്റെ നാട് കോട്ടയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ വിമർശനം ഉയർന്നു വന്നില്ലേ? എന്താ പത്മകുമാറിനൊരു നീതിയും പിണറായി വിജയന് മറ്റൊരു നീതിയും? പിണറായി വിജയനെതിരായി വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നതടക്കമുള്ള അദ്ദേഹത്തിന്റെ ശൈലി പ്രശ്നങ്ങൾ, അത് വലിയ പ്രശ്നമാണ് എന്നത് ഉയർത്തി കാണിക്കപ്പെടുന്നു. പിണറായി വിജയൻ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മലപ്പുറത്തിനെതിരായി വിവാദ പരാമർശം നടത്തുന്നതിന്റെ പിറ്റേ ദിവസം കാറിൽ കയറ്റിയത് തെറ്റായിപ്പോയത് എന്ന് സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വന്ന് പറയുന്നു. അതിന്റെ പിറ്റേന്ന് പിണറായി വിജയൻ തന്നെ നിങ്ങളോട് പറയാണ് അത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് പാർട്ടിക്ക് തോന്നിയ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വന്ന് പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന്, എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് സെക്രട്ടറി തന്നെ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് പിണറായി വിജയൻ ഇപ്പോഴും തോന്നുന്നില്ലല്ലോ. അപ്പൊ പിണറായി വിജയൻ ഒരു നീതി എന്താ? പത്മകുമാർ 2ാം കൂടിയിലെയാണോ? പിണറായി വിജയനോളം തന്നെ സീനിയോറിറ്റിയുള്ള നേതാവാണ് പത്മകുമാർ. ആ പത്മകുമാറിന് മറ്റൊരു നീതി, അദ്ദേഹത്തെ പുറത്താക്കിയാണ്, അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ. ആ സസ്പെൻഷനിൽ ഒതുക്കിയത് പോലും അങ്ങേക്ക് അറിയാവുന്നത് പോലെ എന്താണ്, അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയെ പേടിച്ച് തന്നെയാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ആത്മകഥ എഴുതിയല്ലോ പലരും കണ്ണൂരിൽ, എന്നിട്ട് എന്തായി? ആത്മകഥ എഴുതിയതിന്റെ പുറത്ത് തന്നെയാണ് സാർ കണ്ണൂരിൽ. ഒരിക്കലും നിങ്ങളുടെ പല ബൂത്ത് പ്രവർത്തനം പോലും നടത്താൻ കോൺഗ്രസ്സുകാരെ മറ്റുള്ള പാർട്ടികളെ നിങ്ങൾ സമ്മതിക്കാത്തടത്ത് ഈ തവണ വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി കിട്ടിയത് ഞങ്ങളുടെ ഭൂരിപക്ഷമാകുന്ന കണക്കിന് അവിടെ പല കോട്ടകളും താഴെ പോയത്. തൂഫാൻ അടിച്ച് നിങ്ങളുടെ മുഴുവൻ സീറ്റുകളിലും കണ്ണൂരിലെ നിങ്ങളുടെ കോട്ടകൾ മുഴുവൻ UDF, കോൺഗ്രസ്, നിങ്ങളുടെ വിമതർ ജയിച്ചു വന്നത് ആ ആത്മകഥയുടെ പിൻപറ്റി തന്നെയാ. അതുകൊണ്ട് ആത്മകഥകളെയൊന്നും അങ്ങനെ ചെറുതാക്കിയൊന്നും നിങ്ങൾ കാണണ്ട. നിങ്ങൾ പാർട്ടി സഖാക്കളുടെ രക്തസാക്ഷി പന്ത് തട്ടിയെടുത്തതിനെ പറ്റി ഒരാൾ കഥ എഴുതുന്നു, ഒരാൾ ആത്മകഥ എഴുതുന്നു, അയാളുടെ വിമർശനം എഴുതുന്നു, പുസ്തകം എഴുതുന്നു. നിങ്ങൾ പുച്ഛിച്ച് തള്ളിയില്ലേ? നിങ്ങളുടെ സഖാക്കൾ അയാളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി റീത്ത് വെച്ചില്ലേ?
TP ചന്ദ്രശേഖരന് എങ്ങനെയാണോ വധഭീഷണി മുഴക്കിയത് അതേ രീതിയിൽ നിങ്ങളുടെ സഖാക്കൾ വധഭീഷണി മുഴക്കിയില്ലേ? എന്താ ഉണ്ടായത്? 2 മാസം കഴിഞ്ഞപ്പോൾ അയാൾ നിയമസഭയിലുണ്ട്. അയാളെ ജനം ജയിപ്പിച്ചു വിട്ടു. അപ്പൊ നിങ്ങളുടെ ഈ ശൈലി ഏത്? പത്മകുമാർ അവിടെ നിന്നാൽ എന്തുണ്ടാവും? പിണറായി വിജയൻ ഇതിന്റെ മുകളിൽ കണ്ടതാണ്. ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്ന തരത്തിലുള്ള നിങ്ങളുടെ വർത്തമാനം. ശരി, അഡ്വക്കേറ്റ് വാസൻ സുരേഖിന് ഞാൻ വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.